കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിന് ശേഷം ക്ഷേത്രമുറ്റത്തും ഗൃഹാങ്കണങ്ങളിലും ചിങ്ങമാസത്തിൽ ഉയർന്നു കേൾക്കുന്നതാണ് ശ്രുതിമാധുര്യമേറിയ കൃഷ്ണഗാഥാ പാരായണം. കൃഷ്ണഗാഥാ പാരായണത്തിൽ എപ്പോഴും ശ്രദ്ധാകേന്ദ്രമാവുന്ന ഒരിടമുണ്ട് കണ്ണൂരിൽ. കണ്ണൂർ ചിറക്കൽ കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം. റിപ്പോർട്ടിലേക്ക്. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മഹാകാവ്യമാണ് കോലത്തിരിയുടെ വിദ്വൽ സദസ്യനായ ചെറുശ്ശേരി നമ്പൂതിരി രചിച്ച കൃഷ്ണഗാഥ. ഉദയവർമ്മൻ കോലത്തിരി മഹാരാജാവിന്റെ ആജ്ഞപ്രകാരമാണ് കൃഷ്ണഗാഥ നിർമ്മിച്ചതെന്ന് കവി തന്നെ കാവ്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജന്മമാസമായ ചിങ്ങത്തിൽ കൃഷ്ണഗാഥ തന്റെ നാട്ടിലെല്ലാവരും പാരായണം ചെയ്യണമെന്ന് ഉദയവർമ്മൻ കോലത്തിരി തിട്ടൂരമിറക്കി. ആ പാരമ്പര്യം നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും തുടരുകയാണ്. മഹാകവി ചെറുശ്ശേരി നമ്പൂതിരി രചിച്ച കൃഷ്ണഗാഥ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ രാജസദസ്സിൽ കോലത്തിരി രാജസദസ്സിൽ സമർപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഭാഗവതം ദശമസ്കന്ധത്തിലെ 3946 ശ്ലോകങ്ങളെ 8203 ഈരടികളിലാക്കി നാട്ടുതാളത്തിൽ ദ്രാവിഡ താളത്തിൽ മലയാളത്തിന്റെ തെളിമയോടെ 8203 ഈരടികളിലൂടെ രചിച്ച സമ്പൂർണ്ണ പച്ച മലയാള മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. ചിറക്കൽ കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തിൽ അതിരാവിലെ സ്ത്രീകൾ കൂട്ടമായി ചേർന്ന് കൃഷ്ണഗാഥ ആലപിക്കുകയാണ്. ചിങ്ങമാസക്കാലം ഈ ക്ഷേത്രത്തിൽ കൃഷ്ണഗാഥാർച്ചനയുമുണ്ട്. സഹസ്രനാമ പാരായണം ചെയ്യുന്ന അത്ര തന്നെ പ്രാധാന്യമാണ് കൃഷ്ണഗാഥ അർച്ചന. അത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. കാരണം കോലത്തിരി രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ കൃഷ്ണഗാഥയിലൂടെ കൃഷ്ണനെ വർണ്ണിച്ചുകൊണ്ട് ഈ കേരളത്തിലെ മലയാളികളിലേക്ക് കൃഷ്ണഗാഥകൾ എത്തിക്കാൻ വേണ്ടി രചിക്കപ്പെട്ട ആ മഹാകാവ്യത്തിൻ്റെ അർച്ചന, ആ മഹാകാവ്യം അർച്ചനയായിട്ട് ഇവിടെ വഴിപാടായിട്ട് ചെയ്യാറുണ്ട്. താരാട്ടുപാട്ടിന്റെ ശൈലിയിൽ ആലാപനം നടത്തുക വഴി അമ്മമാർ കുരുന്നുകൾക്ക് പകർന്നു നൽകുന്ന മാതൃസ്നേഹത്തിന്റെ ഉത്തമോദാഹരണമായി മാറുകയാണ് കൃഷ്ണഗാഥ ആലാപനം. ഏഴിമലവാണ മൂഷിക വംശത്തിന്റെ പിന്മുറക്കാരാണ് ഉദയവർമ്മൻ കോലത്തിരി, അതായത് കോലത്തിരി രാജവംശം. ആ കോലത്തിരി രാജവംശത്തിലെ ഒരു മഹാവിദ്വൽ സദസ് ഉണ്ടായിരുന്നു. ആ സദസ്സിൽ ഒരാളാണ് സംസ്കൃത പണ്ഡിതനായ ചെറുശ്ശേരി നമ്പൂതിരി. അദ്ദേഹം കോലത്ത് നാട്ടുകാരനാണ്. ഇവിടെ മാതൃത്വം വളർത്തുന്ന ഒരു കുഞ്ഞായിട്ട് മാറുകയാണ് ഉണ്ണിക്കണ്ണൻ. ചിങ്ങം കൃഷ്ണപ്പാട്ട് പ്രചാരണ മാസം എന്ന പേരിൽ കണ്ണൂർ CMS ചന്ദേരമാഷ് സ്മാരക സംഘവഴക്ക ഗവേഷണ പീഠം കൃഷ്ണപ്പാട്ട് വഴക്കം എന്ന പേരിൽ ചിങ്ങത്തിലെ എല്ലാ ദിവസവും കൃഷ്ണഗാഥാ പാരായണം വിവിധ ക്ഷേത്രങ്ങളിൽ നടത്താറുണ്ട്. കൃഷ്ണഗാഥാലാപനത്തിന്റെ പ്രൗഢി സവിശേഷമായ രീതിയിൽ ഇന്നും നിലനിർത്തുകയാണ് കോലത്തിരിയുടെ തട്ടകമായ ചിറക്കലിൽ. പ്രസിദ്ധമായ ചിറക്കൽ ചെറിയും ചിറക്കൽ കോവിലകവും നിരവധി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളും കൊണ്ട് സമ്പന്നമായ ചിറക്കൽ ദേശത്തെ ഓരോ പ്രഭാതവും കൃഷ്ണഗാഥയുടെ ഈരടികളാൽ മുഖരിതമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉദയവർമ്മൻ കോലത്തിരി ഇറക്കിയ ഉത്തരവ് ഇന്നും ഈ പ്രദേശത്ത് ഏറെ പ്രാധാന്യത്തോടെ പരിപാലിച്ചു വരികയാണ്. കണ്ണൂർ ചിറക്കലിൽ നിന്ന് ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്.